സമപ്രായക്കാരായുള്ളവരെ ചേച്ചി, ചേട്ട എന്നുള്ള രീതിയിൽ സംബോധന ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾ തന്നെയാകാം ആ ആൾ, ഈ പറഞ്ഞ ആൾ. ഇതിന് കാരണങ്ങളുണ്ട്. ഞാനിത് പറയുന്നത് കൂടുതലും ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 40കളിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സമപ്രായക്കാരായുള്ള ആൾ, ഇപ്പം ഞാൻ എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരാളിനെ സംബോധന ചെയ്യുമ്പോഴും ചേച്ചി, ചേട്ട എന്നുള്ള സംബോധന വരുന്ന അവസ്ഥ നിങ്ങൾ മറ്റാരെങ്കിലും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വന്തമായിട്ട് ചെയ്ത അനുഭവം ഉണ്ടോ എങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏജിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യമില്ലാതെ വരുമ്പോഴാണ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് സമപ്രായക്കാരെ ചേച്ചി അല്ലെ ചേട്ട എന്ന് സംബോധന ചെയ്യുന്നത്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രണ്ട് പ്രായമുണ്ട് എന്നാണ് പറയുക. നമ്മളൊരു ഇമോഷണൽ ഏജ് ഉണ്ട്, നമ്മളൊരു ഫിസിക്കൽ ഏജ് ഉണ്ട്. ഫിസിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ റിയൽ ഏജ്, നമുക്കൊരു മാർഗ്ഗവുമില്ല അതിൽ മാറ്റം വരുത്താൻ. സൈക്കോളജിക്കൽ ഏജ് അല്ലെങ്കിൽ ഇമോഷണൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രായം. അപ്പോൾ ഒരു 20കളിലൊക്കെ വെച്ച് ഈ ഇമോഷണൽ ഏജിന് സ്റ്റക്കായി പോകുന്ന മനുഷ്യരുണ്ട്. അവർ ആ 20കളിലുള്ള ഒരു ഏജിൽ അവരുടെ മനസ്സിനെ അങ്ങ് സ്റ്റക്കാക്കി വെക്കും. അപ്പോൾ 20കളിലായിരുന്ന സമയത്ത് കാര്യങ്ങൾ നടത്തുന്നവർ, ഓട്ടോ ഓടിക്കുന്നവർ, ടാക്സി ഓടിക്കുന്നവർ, ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നവർ, വഴിയിൽ കാണുന്ന കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ 40കളിലൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മുതിർന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ ചേട്ടാ ചേച്ചി എന്ന് വിളിച്ച് ശീലിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അങ്ങനെ ആ ഒരു ഏജിലുള്ളവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ, ഈ പറഞ്ഞ കാറ്റഗറിയുടെ മനസ്സിൽ അവരൊരു ചേച്ചിയാണ്, ഒരു ചേട്ടനാണ്, അതുകൊണ്ട് അവരെ അങ്ങനെ സംബോധന ചെയ്യുന്നു. പക്ഷേ ഇടയ്ക്ക് നമ്മളൊന്ന് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളും ആ ഏജിൽ നിൽക്കുന്നയാളാണ്, അവർ നമ്മുടെ സമപ്രായക്കാരാണ്. പക്ഷേ ആ ഒരു ബോധ്യം പലപ്പോഴും ഉണ്ടാകാതെ നമ്മളുടെ മനസ്സിൻ്റെ പ്രായം വളരെ ചെറുപ്പത്തിലിരിക്കുകയും നമ്മുടെ ആക്ച്വൽ പ്രായം ഒരു 40കളിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് ഈ സമപ്രായക്കാരെ ചേച്ചി, ചേട്ട വിളിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും സന്തോഷിക്കാം. കാരണം നമ്മളുടെ ഇമോഷണൽ ഏജ് വളരെ യങ് ആണ്. നമ്മളുടെ ഫിസിക്കൽ ഏജ് വളരെ കൂടിപ്പോയെങ്കിൽ പോലും നമ്മളുടെ ഇമോഷണൽ ഏജ് വളരെ യങ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചേച്ചി, ചേട്ട എന്നുള്ള രീതിയിൽ സംബോധന ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ ഈ മനസ്സിൻ്റെ ചെറുപ്പമൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ ഇത് മറ്റുള്ളവർക്ക് ചിലപ്പം ഇമോഷണലി ഹർട്ട് ചെയ്യുന്ന ഒരു സംഭവമായി മാറാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കിത് തോന്നാനുണ്ടായ കാരണം, ഈ അടുത്ത കാലത്ത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ഈ നമ്മളെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചായ കൊണ്ടുവെക്കാനും വെള്ളം കൊണ്ടുവെക്കാനും ഒക്കെ സപ്പോർട്ട് സ്റ്റാഫ് ആൾക്കാരുണ്ടാവും, ചേച്ചിമാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇവരെ നമ്മൾ പണ്ട് മുതലേ വിളിച്ചുകൊണ്ടിരുന്നത് എന്താ, ചേച്ചിമാർ, ചേച്ചി കുറച്ച് ചൂടുവെള്ളം കിട്ടുമോ, ചേച്ചി ചായയുടെ കൂടെ സ്നാക്സ് ഒന്നും വേണ്ട കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാനൊരു ക്ലാസ്സിൽ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സ്റ്റാഫ്, ഒരു ലേഡി ഒരു ചായയും കാര്യങ്ങളും കൊണ്ടുവച്ചു. ഞാൻ ചേച്ചിയോട് ചേച്ചി താങ്ക് യു എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഈ കൊണ്ടുവച്ച ചേച്ചി എന്നേക്കാൾ വളരെ യങ്ങറാണ്. അവരെന്നെ രൂക്ഷമായി നോക്കുകയും ചെയ്തു. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ ചേച്ചി എന്നുള്ള സംബോധന ആ ലേഡിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, അവരെന്നേക്കാൾ വളരെ യങ്ങറാണ്. അവരവിടുത്തെ സപ്പോർട്ട് സ്റ്റാഫാണ്, 30കളിലുള്ളൊരു ലേഡിയാണ്. ഞാൻ അവരെ വിളിച്ചത് ചേച്ചി എന്നുമാണ്. അപ്പോൾ നമ്മളുടെ ഈ മനസ്സിൻ്റെ ചെറുപ്പം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ മനസ്സിൻ്റെ ചെറുപ്പം ഈ രീതിയിൽ പ്രകടിപ്പിക്കാൻ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ.